വിനീത വിധേയദാസൻ എന്നതാണ് BDയുടെ ഫുൾ ഫോം. നമ്മുടെ സംസ്ഥാനത്തെ സർവകലാശാലകളെല്ലാം കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ വഴിമരുന്ന് വിട്ടുകൊടുക്കുകയാണ് സംസ്ഥാനത്തെ UDF ഗവൺമെന്റ് ചെയ്യുന്നത്. ഒരു കാര്യത്തിലും അവർ തർക്കത്തിനില്ലെന്നാണ് പറയുന്നത്. ഉന്നതമായ പ്രവർത്തകനെ VC ആക്കി നിയോഗിച്ചത്. അദ്ദേഹം വന്നപ്പോൾ തന്നെ 19 പേരെ ഇപ്പോൾ നമ്മൾ കണ്ടു അവിടെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു. ആ 19 പേരെ നോമിനേറ്റ് ചെയ്തപ്പോഴും അതെല്ലാം സംഘപരിവാറിൻ്റെ പ്രതിനിധികളാണ്. BJP, ABVPയുടെ ഒക്കെ പ്രതിനിധികളെ അവർ തിരികെ കയറ്റുകയാണ്. അതിനുശേഷം ഇപ്പോൾ ഇന്നലെ പുതിയ ഉത്തരവിട്ടിരിക്കുന്നു, അവിടെ ഏതെങ്കിലും ഒരു സംഘടനയുടെ പോസ്റ്ററോ ബോർഡോ ഒന്നും വയ്ക്കാൻ പാടില്ല. അതൊരു ജനാധിപത്യപരമായ ഉള്ളടക്കത്തിന്മേലുള്ള വെല്ലുവിളിയല്ലേ? യഥാർത്ഥത്തിൽ ഒരു ഭരണഘടനാ സ്ഥാപനമായി ബന്ധപ്പെട്ട് വരുന്നിടത്ത് ഏതെങ്കിലും തരത്തിൽ സംഘടനകൾ പ്രവർത്തിച്ചാൽ ആ സംഘടനകൾക്ക് അവരുടെ പ്രചരണത്തിന് വേണ്ടി പോസ്റ്ററോ ബോർഡോ ഒക്കെ വയ്ക്കാനുള്ള അവകാശവും അധികാരങ്ങളും ഇല്ലേ? അതുപോലും നിഷേധിക്കുന്ന രൂപത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പൗരാവകാശത്തിൻ്റെയും ജനാധിപത്യപരമായ അവകാശത്തിൻ്റെയും ധ്വംസനങ്ങളല്ലേ? അത്തരത്തിൽ രൂപത്തിലേക്ക് MG യൂണിവേഴ്സിറ്റി വരുന്നു. അതുപോലെ നമ്മൾ കണ്ടു കാർഷിക സർവകലാശാലയ്ക്ക് പുതിയ നിർദ്ദേശങ്ങളെല്ലാം ഗവൺമെൻറ് കൊടുത്തെങ്കിലും അവർ കൃത്യമായി അതിൽ കൊടുത്തത് സംഘപരിവാറിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഗവർണർ വെച്ചയാളിനെയാണ് ഇപ്പോൾ VC ആയി കൊടുത്തിരിക്കുന്നത്. അതുപോലെ കേരള യൂണിവേഴ്സിറ്റിയിൽ പുതിയതായി നടന്നിട്ടുള്ള സംഭവവികാസങ്ങളെല്ലാം നമ്മൾ കണ്ടു. ചുരുക്കത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ സർവകലാശാലകളെല്ലാം കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ വഴിമരുന്ന് വിട്ടുകൊടുക്കുകയാണ് സംസ്ഥാനത്തെ UDF ഗവൺമെൻറ് ചെയ്യുന്നത്. ഇവിടെയാണ് ഡീൽ. ഒരു കാര്യത്തിലും അവർ തർക്കത്തിനില്ലെന്നാണ് പറയുന്നത്. അതിൻ്റെ വളരെ പ്രകടമായ ഉള്ളടക്കമല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥലത്ത് പോലും ആ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് അവകാശപ്പെട്ടതും അതേപോലെ തന്നെ അവർക്ക് ഇടപെടാൻ ബാധ്യതപ്പെട്ടതുമായ പ്രശ്നങ്ങളിൽ പോലും സറണ്ടർ ചെയ്തിരുന്നു കൊടുക്കുന്നു. ഗവർണർ എല്ലാ രംഗത്തും കയറി ആധിപത്യം സ്ഥാപിച്ച് സംഘപരിവാറിൻ്റെ താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്ന രൂപത്തിലേക്ക് സർവകലാശാല മാറ്റി തീർക്കുന്നു. അതാണ് ഓരോ ദിവസവും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ രൂപമാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ഈ KM ഷാജിയുടെ സ്റ്റേറ്റ്മെൻറ്റും VD സതീശന് അതിന് ഒത്താശ ചെയ്ത് കൊടുത്തുകൊണ്ട് ഇവിടെ നിർമ്മിക്കാൻ പോകുന്ന വീടുകളിലെല്ലാം ഇപ്പോൾ നരേന്ദ്രമോദിയുടെ പടം വെച്ചുകൊണ്ട് അതിൻ്റെ പരവാസ്തവലി നടത്തണമെന്ന രൂപത്തിലേക്ക് വരുമ്പോൾ പാവപ്പെട്ടവനെ അപമാനിക്കുന്നു. എത്രയോ വലിയ രൂപത്തിലുള്ള ഈ നാടിനെ കൂടി അപമാനിക്കുന്ന തരത്തിലേക്കാണ് ആ സംഭവങ്ങൾ വരുന്നത്. ഇവിടെ 5.5 ലക്ഷം വീട് നിർമ്മിച്ചു കൊടുക്കുമ്പോൾ ഒരു സ്ഥലത്ത് പോലും അത്തരം ഒരു ചിത്രം വയ്ക്കാനോ അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ചിത്രം വയ്ക്കാനോ തയ്യാറാവാതെ ആ രംഗത്ത് എല്ലാവർക്കും പൂർണ്ണമായി ആ വീട് നിർമ്മിക്കാനുള്ള പണം കൊടുത്തും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തും ഭംഗിയായി നിർവഹിച്ചു വന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ അട്ടിമറിച്ച് ഇന്ന് കേന്ദ്ര ഭരണാധികാരിയുടെ ഇംഗിതത്തിനനുസരിച്ച് പടം വെച്ചുകൊണ്ട് ഈ തരത്തിലേക്ക് മാറ്റി തീർക്കും എന്ന് പറയുമ്പോഴാണ് ഞാൻ സൂചിപ്പിച്ച വിനീത വിധേയദാസൻ. അപ്പോൾ വിനീതദാസനായി BD മാറുന്നു എന്നതാണ് BDയുടെ ഫുൾ ഫോം ആ രൂപത്തിലേക്ക് വന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.